ഹായ് വെൽക്കം യു ഓൾ. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇൻസേർഷൻ ഓപ്പറേഷനാണ് നോക്കാൻ പോകുന്നത്. ഒരു AVL ട്രീയിൽ എങ്ങനെ ഒരു ന്യൂ നോഡിനെ ഇൻസേർട്ട് ചെയ്യാം. പ്രീവിയസ് വീഡിയോസിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് എന്താണ് AVL ട്രീ, AVL ട്രീയുടെ പ്രത്യേകത എന്താണ്, നമ്മൾ എന്താണെന്ന് പഠിച്ചത്. AVL ട്രീ ഒരു ഹൈറ്റ് ബാലൻസ്ഡ് ബൈനറി ട്രീ ആണ്. അതിനോടൊപ്പം AVL ട്രീ ഒരു ബൈനറി സെർച്ച് ട്രീ കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു ട്രീയിൽ ഒരു ന്യൂ നോഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം, ഏതെല്ലാം രീതിയിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം, ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 4 തരത്തിലെ റൊട്ടേഷൻസ് ആണ് ഇൻസേർഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്താണ് ഇൻസേർഷനും റൊട്ടേഷനും തമ്മിൽ ഇവിടെ ഒരു റിലേഷൻ, എന്തിനാണ് ഇൻസേർഷൻ ചെയ്യുമ്പോൾ റൊട്ടേഷൻ കൂടി ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇത് ഓരോ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകുന്നതാണ്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. 4 ടൈപ്പ് ഓഫ് ഇൻസേർഷൻസ് ആണ്. LL റൊട്ടേഷൻ, RR റൊട്ടേഷൻ, LR റൊട്ടേഷൻ ആൻഡ് RL റൊട്ടേഷൻ. അപ്പോൾ LL എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ നോഡ് ഇൻസേർട്ട് ചെയ്യപ്പെടുന്നത് ഒരു ബൈനറി അല്ലെങ്കിൽ AVL ട്രീയുടെ ലെഫ്റ്റ് സബ് ട്രീ. എക്സാമ്പിൾ, ഇതിപ്പോൾ ഒരു ട്രീ ആണ് കരുതുക. ആ ട്രീക്ക് ഒരു ലെഫ്റ്റ് സബ് ട്രീ ഉണ്ട്, ഒരു റൈറ്റ് സബ് ട്രീ ഉണ്ട്. ഇപ്പോൾ ഇത് ട്രീയുടെ ലെഫ്റ്റ് സബ് ട്രീ ആണ്. ഈ ലെഫ്റ്റ് സബ് ട്രീയുടെ ലെഫ്റ്റ് സബ് ട്രീ ആണിത്. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഇത് മെയിൻ റൂട്ട് നോഡ്. ഈ റൂട്ട് നോഡിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ ആണ് ഇത്. ഈ ലെഫ്റ്റ് സബ് ട്രീയുടെ ലെഫ്റ്റ് സബ് ട്രീ ആണിത്. അപ്പോൾ ഒരു പുതിയ നോഡ് ഇവിടെയാണ് ഇൻസേർട്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ നമുക്ക് പറയാം ലെഫ്റ്റ് സബ് ട്രീയുടെ ലെഫ്റ്റ് സബ് ട്രീയിലാണ് പുതിയൊരു നോഡ് ഇൻസേർട്ട് ചെയ്യപ്പെട്ടത്. അത്തരത്തിലെ ഇൻസേർഷനെ സൂചിപ്പിക്കുന്നതാണ് LL റൊട്ടേഷൻ. മനസ്സിലായോ? ഇനി ലെഫ്റ്റ് സബ് ട്രീയുടെ ശ്രദ്ധിക്കുക, ലെഫ്റ്റ് സബ് ട്രീയുടെ റൈറ്റ് സബ് ട്രീയിലാണ് ഇൻസേർഷൻ നടക്കുന്നതെങ്കിൽ, ലെഫ്റ്റ് സബ് ട്രീയുടെ റൈറ്റ് സബ് ട്രീയിലാണ് ഇൻസേർഷൻ നടക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് LR റൊട്ടേഷനാണ്. മനസ്സിലായോ? ഇനിയും റൈറ്റ് സബ് ട്രീയുടെ ലെഫ്റ്റ് സബ് ട്രീയിലാണ് ഇൻസേർഷൻ, റൈറ്റ് സബ് ട്രീയുടെ ലെഫ്റ്റ് സബ് ട്രീയിലാണ് ഇൻസേർഷൻ നടക്കുന്നതെങ്കിൽ, റൈറ്റ് സബ് ട്രീയുടെ ലെഫ്റ്റ് സബ് ട്രീയിലാണ് ഇൻസേർഷൻ എങ്കിൽ അത് RL റൊട്ടേഷനാണ്. ഇനി ഇങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്തതെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ മെയിൻ ട്രീയുടെ റൈറ്റ് സബ് ട്രീയുടെ റൈറ്റ് സബ് ട്രീയിലാണ് ഇൻസേർഷൻ നടന്നിരിക്കുന്നത്, റൈറ്റിൻ്റെ റൈറ്റിൽ. അങ്ങനെയെങ്കിൽ അവിടെ RR റൊട്ടേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പുതിയ ഒരു നോഡ് ട്രീയുടെ ഏത് സബ് ട്രീയിലാണ് ഇൻസേർട്ട് ചെയ്യപ്പെടുന്നത് എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ 4 ടൈപ്പ് ഓഫ് റൊട്ടേഷൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതിലെ ഓരോ റൊട്ടേഷൻസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം LL റൊട്ടേഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു ട്രീ വരച്ചിട്ടുണ്ട്. ഇതൊരു AVL ട്രീ ആണ്. ഈ ട്രീയിൽ ഇപ്പോൾ 5 നോഡുകളാണുള്ളത്, 96, 85, 110, 64 ആൻഡ് 90. ഈ ട്രീ നിലവിൽ, അതായത് ഇങ്ങനെയൊരു ട്രീ വരയ്ക്കുമ്പോൾ ഇതിൽ ബാലൻസ് ഫാക്ടേഴ്സ് ഒന്നും തന്നെ നമ്മൾ എഴുതിയിട്ടില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഈ ട്രീയുടെ ബാലൻസ് ഫാക്ടർ ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ട്രീയുടെ ബാലൻസ് ഫാക്ടർ കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ ബാലൻസ് ഫാക്ടറുകളാണ് ഇവിടെ ഈ എഴുതപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ബാലൻസ് ഫാക്ടർ ഒന്ന് ചെക്ക് ചെയ്യാം. എല്ലാ നോഡുകളുടെയും ബാലൻസ് ഫാക്ടർ 0യോ -1ഓ 1ഓ അല്ലാതെ ഒരു നോഡിന് പോലും
റേഞ്ചിന് പുറത്തെ ഒരു വാല്യൂ, അതായത് 0യോ 1ഓ -1ഓ അല്ലാതെ മറ്റൊരു വാല്യൂ ഒരു നോഡിനും ബാലൻസ് ഫാക്ടറായി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇപ്പോൾ ഈ ട്രീ ഒരു ബാലൻസ്ഡ് AVL ട്രീ ആണ്. അപ്പോൾ ബാലൻസ്ഡ് ആയ ഒരു AVL ട്രീയിലേക്ക് ഞാനൊരു പുതിയ നോഡ് ആഡ് ചെയ്യാൻ പോകുന്നു. ഏത് നോഡാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? 36 എന്ന വാല്യൂ ആണ് ആഡ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 36 നമുക്കൊന്ന് ആഡ് ചെയ്യാം. ഓക്കെ, 36 ആദ്യം റൂട്ട് നോഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 96നേക്കാൾ ലെസ് ആയത് കാരണം നേരെ 96ൻ്റെ ലെഫ്റ്റ് ചൈൽഡിലേക്ക് വരുന്നു. 85ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 36 എന്ന വാല്യൂ 85നേക്കാളും ലെസ് ആയതുകൊണ്ട് 85ൻ്റെ ലെഫ്റ്റ് ചൈൽഡിലേക്ക് പോയി. അടുത്ത 64ഉം 36 കമ്പയർ ചെയ്യപ്പെടുന്നു. എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് 36 ആണ്. അപ്പോൾ 36 എന്ന വാല്യൂ 64നേക്കാളും ലെസ് ആയതുകൊണ്ട് 64ൻ്റെ ലെഫ്റ്റ് ചൈൽഡ് ആയിട്ടായിരിക്കും 36 ഇൻസേർട്ട് ചെയ്യപ്പെടുക. അപ്പം നമ്മൾ എവിടെയാണ് ആക്ച്വലി ഈ നോഡ് ഇൻസേർട്ട് ചെയ്തത്? നമുക്കൊന്ന് നോക്കാം. പുതിയൊരു നോഡ് ഇൻസേർട്ട് ചെയ്യപ്പെട്ടത് റൂട്ടിൻ്റെ ലെഫ്റ്റ് സബ് ട്രീയുടെ ലെഫ്റ്റ് സബ് ട്രീയിലാണ്. ലെഫ്റ്റിലാണ് ഇൻസേർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ LL റൊട്ടേഷൻ ആയിരിക്കും അപ്ലൈ ചെയ്യാൻ പോകുന്നത്. മറ്റൊരു കാര്യം കൂടി പറയാം. പുതിയ ഒരു നോഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ആ ട്രീയുടെ, ഇപ്പോൾ ഓൾറെഡി ഒരു AVL ട്രീ ആയിരുന്നു, അത് ബാലൻസ്ഡ് ട്രീയുമായിരുന്നു. ബാലൻസ്ഡ് ആയ AVL ട്രീയിലേക്കാണ് ഒരു പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യപ്പെട്ടത്. ഇൻസേർഷന് ശേഷം ഇപ്പോഴും ഈ ട്രീ ബാലൻസ്ഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ട്രീ ബാലൻസ്ഡ് ആണോ എന്ന്. അതിനായി നമ്മൾ ആ ട്രീയുടെ ബാലൻസ് ഫാക്ടർ കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ ആ ട്രീയുടെ ബാലൻസ് ഫാക്ടർ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ഓരോ നോഡിൻ്റെയും ബാലൻസ് ഫാക്ടർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു നോഡിൻ്റെ, അതായത് 96 എന്ന് പറയുന്ന ഒരു നോഡിൻ്റെ ബാലൻസ് ഫാക്ടർ 0യുമല്ല 1ഉമല്ല -1ഉമല്ല, അതായത് റേഞ്ചിൻ്റെ പുറത്തൊരു വാല്യൂ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇൻസേർഷന് ശേഷം ഇപ്പോൾ ഈ ട്രീ അൺബാലൻസ്ഡ് ആയിരിക്കുന്നു. അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കി? ഇപ്പോൾ ഈ ട്രീ അൺബാലൻസ്ഡ് ആണ്. അപ്പം നിലവിൽ ആദ്യമേ ഇതായിരുന്നു നമ്മുടെ ട്രീ. ആ ട്രീ ബാലൻസ് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ട്രീ ബാലൻസ്ഡ് ആണ്. ബാലൻസ്ഡ് ആയിരുന്ന ഒരു ട്രീയിലേക്ക് 36 എന്നൊരു പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ബാലൻസ് ഫാക്ടർ കണ്ടുപിടിച്ചപ്പോൾ ട്രീ അൺബാലൻസ്ഡ് ആയിക്കഴിഞ്ഞിരിക്കുന്നു. അൺബാലൻസ്ഡ് ആയ ഈ ട്രീയെ വീണ്ടും ബാലൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും റൊട്ടേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. AVL ട്രീയിൽ പുതിയൊരു നോഡിനെ ആഡ് ചെയ്യുമ്പോഴോ നിലവിലുള്ളൊരു നോഡിനെ ഡിലീറ്റ് ചെയ്യുമ്പോഴോ അതിൻ്റെ ബാലൻസിങ് നഷ്ടപ്പെടാം. ബാലൻസ് ആയിരുന്ന AVL ട്രീ ഏതെങ്കിലും തരത്തിലെ ഓപ്പറേഷൻസ് കാരണം അൺബാലൻസ്ഡ് ആവുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ റൊട്ടേഷൻസ് അപ്ലൈ ചെയ്യുന്നത്. ഇൻസേർഷൻ ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഇൻസേർഷൻ നടന്നതിന് ശേഷം ട്രീ അൺബാലൻസ്ഡ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ റൊട്ടേഷൻസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ചിന്തിക്കുക, ഏത് റൊട്ടേഷൻ ചെയ്യും? 4 റൊട്ടേഷൻസ് ആണല്ലോ ഉള്ളത്, അതിലേത് ചെയ്യും? അപ്പോൾ അടുത്ത് ചെക്ക് ചെയ്യേണ്ടത് എവിടെയാണ് ഇൻസേർട്ട് ചെയ്തത്? ലെഫ്റ്റിൽ ഇൻസേർട്ട് ചെയ്യപ്പെട്ടതുകൊണ്ട് LL റൊട്ടേഷനാണ് ഇവിടെ ചെയ്യേണ്ടത്. അടുത്ത റൂള് പറയാൻ പോകുന്നു, LL റൊട്ടേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ LL റൊട്ടേഷൻ ചെയ്യാനുള്ളൊരു രീതിയാണ് നമ്മളിപ്പോൾ ഇൻസേർട്ട് ചെയ്ത നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഇൻസേർട്ട് ചെയ്ത നോഡിൽ നിന്ന് റൂട്ട് വരെയുള്ള പാത്ത് എടുക്കുക. ഇൻസേർട്ട് ചെയ്ത നോഡ് 36ൽ നിന്ന് റൂട്ട് വരെയുള്ള പാത്ത് എടുക്കുമ്പോൾ 36ൻ്റെ പേരൻ്റ് ഇത്, 64ൻ്റെ പേരൻ്റ് ഇത്, 85ൻ്റെ പേരൻ്റ് ഇത്. അങ്ങനെ ലീഫിൽ നിന്ന് റൂട്ട് വരെയുള്ള പാത്ത് നമ്മൾ എടുത്തു. 36, 64, 85, 96. ഈ പാത്തിൽ അൺബാലൻസ്ഡായി ആദ്യം കാണുന്ന നോഡ് ഏതോ, അൺബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ 36ൻ്റെ വാല്യൂ 0, അത് ബാലൻസ്ഡ് നോഡാണ്. 64ൻ്റെ വാല്യൂ 1, അതും ബാലൻസ്ഡ് നോഡാണ്. 85ൻ്റെ വാല്യൂ 1, അതും ബാലൻസ്ഡ് നോഡാണ്. പക്ഷേ 96ൻ്റെ വാല്യൂ 2 ആണ്, അൺബാലൻസ്ഡ് നോഡാണ്. അങ്ങനെ വരുമ്പോൾ പറയുന്നത് ശ്രദ്ധിക്കുക,
ലീഫിൽ നിന്ന് റൂട്ടിലേക്ക്, ഏത് ലീഫിൽ നിന്ന്? പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്ത നോഡ് ഏതോ ആ നോഡിൽ നിന്ന് റൂട്ടിലേക്കുള്ള പാത്തിൽ ഫസ്റ്റ് അൺബാലൻസ്ഡ് നോഡിനെ കണ്ടെത്തുക. അത് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ആദ്യത്തെ അൺബാലൻസ്ഡ് നോഡാണ് ഏത്? ആദ്യത്തെ അൺബാലൻസ്ഡ് നോഡാണ് 96 എന്ന് പറയുന്നത്. അപ്പോൾ അൺബാലൻസ്ഡ് ആയ നോഡ് കണ്ടെത്തിയാൽ ഉടൻ തന്നെ അതിനൊരു പേര് കൊടുക്കുക, ക്യാപിറ്റൽ എ. അപ്പോൾ ഏതാണ് ക്യാപിറ്റൽ എ? ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യപ്പെട്ട നോഡിൽ നിന്ന് റൂട്ടിലേക്കുള്ള പാത്തിൽ ഫസ്റ്റ് അൺബാലൻസ്ഡ് നോഡിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് എ. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ അടുത്തതായി ബി കണ്ടുപിടിക്കാൻ പോവുക. ബി ആരാണ്? ബി പറഞ്ഞു തരാം. ബി എന്ന് പറഞ്ഞാൽ എ കണ്ടുപിടിക്കപ്പെട്ടല്ലോ. അപ്പോൾ എ എന്ന നോഡിൻ്റെ ലെഫ്റ്റ് സബ് ട്രീയിലെ ആണ് ഇൻസർഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ലെഫ്റ്റിൻ്റെ ലെഫ്റ്റിലാണ് ഇൻസർഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ ഓൾ ടുഗെദർ ലെഫ്റ്റ് സബ് ട്രീയിലാണ് ഇൻസർഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സബ് ട്രീയിൽ ഇൻസർഷൻ ചെയ്യപ്പെട്ടതുകൊണ്ട് ആ ലെഫ്റ്റ് സബ് ട്രീയുടെ ഹെഡിനെ അല്ലെങ്കിൽ ലെഫ്റ്റ് സബ് ട്രീയുടെ ഏറ്റവും മുകളിൽ വരുന്ന നോഡിനെ ബി എന്ന് വിളിക്കാം. അങ്ങനെയെങ്കിൽ ഇതാണ് നമ്മുടെ എ. എയുടെ ലെഫ്റ്റ് സബ് ട്രീ ഇത്. ആ ലെഫ്റ്റ് സബ് ട്രീയുടെ ഏറ്റവും മുകളിൽ വരുന്നത് ഇത്. അങ്ങനെയെങ്കിൽ ഇതാണ് നമ്മുടെ ബി. അപ്പോൾ ഞാനിവിടെ ബി മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു നോഡ് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എ വി എൽ ട്രീ അൺബാലൻസ്ഡ് ആകുന്നു. അൺബാലൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ അതിനെ വീണ്ടും ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യണമെങ്കിൽ ഏത് റൊട്ടേഷൻ ചെയ്യണമെന്ന് കണ്ടെത്തുക. റൊട്ടേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് LL റൊട്ടേഷൻ ആയതുകൊണ്ട് ആദ്യം നമ്മൾ നോഡ് എ ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. നോഡ് എ എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യപ്പെട്ട നോഡിൽ നിന്ന് റൂട്ടിലേക്കുള്ള പാത്തിൽ ആദ്യത്തെ അൺബാലൻസ്ഡ് നോഡിനെ നമ്മൾ എ എന്ന് ലേബൽ ചെയ്യുന്നു. എ എന്ന നോഡിൻ്റെ ഏത് സബ് ട്രീയിലാണ് ഇൻസർഷൻ നടന്നിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യുക. ലെഫ്റ്റ് സബ് ട്രീയിലാണ് ഇൻസർഷൻ ചെയ്യപ്പെട്ടതെങ്കിൽ ലെഫ്റ്റിൻ്റെ ഏറ്റവും മുകളിൽ വരുന്ന നോഡിനെ ബി എന്ന് വിളിക്കുക. ഇനി ഫസ്റ്റ് അൺബാലൻസ്ഡ് നോഡായ എ കണ്ടുപിടിച്ച ശേഷം എയുടെ റൈറ്റ് സബ് ട്രീയിലാണ് ഇൻസർഷൻ നടക്കുന്നതെങ്കിൽ റൈറ്റ് സബ് ട്രീയുടെ ഏറ്റവും മുകളിൽ വരുന്ന നോഡിനെ ബി എന്ന് വിളിക്കുക. അപ്പോൾ എവിടെ ഇൻസർഷൻ നടന്നു അതിനനുസരിച്ച് ബി റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കൂ. ലെഫ്റ്റ് സബ് ട്രീയിൽ ഇൻസർഷൻ നടന്നതുകൊണ്ട് ലെഫ്റ്റിൻ്റെ ഹെഡിനെ ബി എന്ന് വിളിക്കാം. റൈറ്റ് സബ് ട്രീയിൽ ഇൻസർഷൻ നടന്നിരുന്നുവെങ്കിൽ റൈറ്റിൻ്റെ ഹെഡിനെ ബി എന്ന് വിളിക്കേണ്ടി വന്നേനെ. അപ്പോൾ എയും ബിയും ലേബൽ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു മെയിൻ റൂൾ എന്ന് പറയുന്നത്. എയും ബിയും ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം ഇനി ഞാൻ LL റൊട്ടേഷന് വേണ്ടിയിട്ടുള്ള റൂള് പറയാൻ പോകുന്നു. റൂള് പറയുന്നത് ഈ ട്രീയെ ബാലൻസ് ആക്കുവാൻ വേണ്ടി ആദ്യം ബി എന്ന ഈ നോഡിനെ നിങ്ങൾ റൂട്ടാക്കുക. എന്താ ഞാൻ പറഞ്ഞത്? ബി എന്ന ഈ നോഡിനെ റൂട്ടാക്കുക. ബി ബിക്കംസ് ദ റൂട്ട്. ഇതാണ് ഫസ്റ്റ് റൂൾ. അപ്പോൾ എന്താണ് ഫസ്റ്റ് റൂൾ? ബി ബിക്കംസ് ദ റൂട്ട്. അടുത്ത റൂൾ എന്താ? ബി റൂട്ടാകുമ്പോൾ ഇപ്പോൾ നിലവിൽ ആരാ റൂട്ട്? എ ആണ് റൂട്ട്. എയുടെ സ്ഥാനത്തേക്ക് ബി വരണം. അപ്പോൾ എ എങ്ങോട്ട് പോവും? നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ബി ഒന്ന് റൂട്ടിൻ്റെ പൊസിഷനിൽ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ബിയുടെ വാല്യൂ 86 ആയിരുന്നല്ലോ. അപ്പോൾ 86നെ റൂട്ടിൻ്റെ സ്ഥാനത്ത് വരച്ചു. ശരി, 86നെ റൂട്ടിൻ്റെ സ്ഥാനത്ത് വരച്ച് കഴിഞ്ഞ് 86 അല്ല 85. 85നെ റൂട്ടിൻ്റെ സ്ഥാനത്ത് വരച്ചു. ഇനി എന്താണ്? ഇനി ബി എയുടെ പൊസിഷനിലേക്കാണ് വന്നിരിക്കുന്നത്. ബി എന്ന് പറയുന്നത് എയുടെ സ്ഥാനത്തേക്ക് വന്നു. അപ്പോൾ എ അവിടെ നിന്ന് എങ്ങോട്ട് പോകണം? ബി ഇവിടെ വന്നാൽ എ എന്ന് പറയുന്നത് ബിയുടെ റൈറ്റ് ചൈൽഡ് ആവണം. ബി എക്ക് മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബി എയുടെ പൊസിഷനിലേക്ക് വരുമ്പോൾ മുകളിലുള്ള എ ഒന്ന് ബെൻഡ് ചെയ്ത്, അതായത് ഇങ്ങനെ, യഥാർത്ഥത്തിൽ ബിയുടെയും മുകളിലായിരുന്നു എ. അവിടെ നിന്ന് എ ബെൻഡ് ചെയ്ത് ബിയുടെ റൈറ്റ് ചൈൽഡ് ആകണം. ഓക്കെ, ശരി. അപ്പം ഞാൻ പറഞ്ഞ റൂൾ എന്തൊക്കെയാണ്? ഒന്ന്, ബി റൂട്ടായി മാറുന്നു. എ എന്ന് പറയുന്ന നോഡ് ബിയുടെ റൈറ്റ് ചൈൽഡായി മാറണം. അപ്പം 96 എന്ന് പറയുന്ന നോഡ് ബിയുടെ റൈറ്റ് ചൈൽഡായി മാറി. റൂൾ അനുസരിച്ച് ബി ബിക്കംസ് ദ റൂട്ട് ആൻഡ് എ ബിക്കംസ് ദ റൈറ്റ് ചൈൽഡ് ഓഫ് ബി. ശരി, ഇനി എന്താ? എയും ബിയും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. എയും ബിയും മാർക്ക് ചെയ്തു. ഇനി ഏതൊക്കെ നോഡുകളാണ് മാർക്ക് ചെയ്യാൻ ബാക്കിയുള്ളത്? നമുക്ക് നോക്കാം. ഇനി ഇതാ ഇതും ഇതും ഇതും
ഇതും. ഈ 4 നോഡുകളാണ് ഇനി മാർക്ക് ചെയ്യാനുള്ളത് അല്ലേ. ആ 4 നോഡുകളിൽ ഇതെന്താണ്? എയുടെ റൈറ്റ് ആണ്. എയുടെ റൈറ്റിന് ഇപ്പോഴും വ്യത്യാസമൊന്നുമില്ല. നമുക്ക് എയുടെ റൈറ്റ് ചൈൽഡിനെ എയുടെ റൈറ്റായി തന്നെ മാർക്ക് ചെയ്യാം. അപ്പോൾ എയുടെ റൈറ്റ് ചൈൽഡ് ഇതായിരുന്നല്ലോ നമ്മുടെ എയുടെ റൈറ്റ് ചൈൽഡായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ചൈൽഡിനെ തന്നെ മാർക്ക് ചെയ്തു. അടുത്തത് ഏതാണ്? അടുത്തത് ഇത് രണ്ടും, അതായത് ഈ 2 നോഡുകൾ. അതിൽ ഇവരുടെ പ്രത്യേകത എന്താണ്? ഇത് രണ്ടും നമ്മളിതിനെ മാർക്ക് ചെയ്തിട്ടില്ല. ഈ 2 നോഡുകളെന്ന് പറഞ്ഞാൽ ഒന്ന് 85ൻ്റെ ലെഫ്റ്റ് ചൈൽഡും മറ്റൊന്ന് 64ൻ്റെ ലെഫ്റ്റ് ചൈൽഡുമാണ്. അവർക്കും വ്യത്യാസമൊന്നുമില്ല. ഈ പൊസിഷൻസ് ഒന്നും തന്നെ മാറുന്നില്ല. അതായത് ബി എന്ന് പറയുന്ന ആൾ റൂട്ടായി മാറുമ്പോൾ ഇത്രയും ഭാഗത്തിനൊരു ചേഞ്ചുമില്ല. ബി റൂട്ടായി, അതിനൊരു ചേഞ്ചുമില്ല. പിന്നെ എന്തേ മാറിയുള്ളൂ? ബിയുടെ റൈറ്റ് ചൈൽഡിൻ്റെ പൊസിഷൻ എ ഓക്യുപ്പൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഭാഗവും ഒരു വ്യത്യാസവുമില്ലാതെ നമുക്ക് വരയ്ക്കാവുന്നതാണ്. പിന്നെ ആകെ പ്രോബ്ലം ഉള്ളൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ബിയുടെ റൈറ്റ് ചൈൽഡ് മാറി എ ആയി വരുന്നു. അതായത് ഈ 96 എന്ന വാല്യൂ ഇനി ഈ സ്ഥാനത്തേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ 85ൻ്റെ ചൈൽഡായി 64ഉം 64ൻ്റെ ചൈൽഡായി 36ഉം നമുക്ക് വരയ്ക്കാവുന്നതാണ്. നമുക്കതൊന്ന് വരയ്ക്കാം. 85ൻ്റെ ചൈൽഡായി 64ഉം 64ൻ്റെ ചൈൽഡായി 36ഉം വരച്ചു. ഓക്കെ, അപ്പോൾ പ്രശ്നമില്ലാത്ത ഏരിയാസ് നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇത്രയും ഭാഗം പ്രശ്നമില്ല, അത് വരച്ചു. 85ൻ്റെ റൈറ്റ് ചൈൽഡായിട്ട് 96ഉം വരച്ചു. ഇനി 96ൻ്റെ ചൈൽഡായിട്ട് 110നെയും വരച്ചു. പക്ഷെ 90 നമ്മളിനി എവിടെ വരയ്ക്കും? എന്തുകൊണ്ടാണ് പ്രശ്നം? 90 യഥാർത്ഥത്തിൽ ബിയുടെ റൈറ്റ് ചൈൽഡായിരുന്നു. 90യെ മാറ്റി എ ആ സ്ഥാനത്തേക്ക് വന്നു. പറഞ്ഞ റൂൾ അനുസരിച്ച് ബി റൂട്ടാകുന്നു, ബിയുടെ റൈറ്റ് ചൈൽഡ് എ ആകുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ യഥാർത്ഥ ബിയുടെ റൈറ്റ് ചൈൽഡ് ഇനി എങ്ങോട്ട് പോകും? കാരണം ആ സ്ഥാനത്തേക്ക് എ വന്നു കഴിഞ്ഞു. അപ്പോൾ ഒറിജിനൽ ചൈൽഡ്, റൈറ്റ് ചൈൽഡ് ഓഫ് ബി ഇനി ആരാവണം? അപ്പോൾ അവിടെ എ ആണ് ഈ പുതിയ സ്ഥാനം ഓക്യുപ്പൈ ചെയ്തതെങ്കിൽ എയുടെ ലെഫ്റ്റ് ചൈൽഡായി മാറണം. അതായത് 90 എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബിയുടെ റൈറ്റ് ചൈൽഡായിരുന്നു. ബിയുടെ റൈറ്റ് ചൈൽഡിൻ്റെ സ്ഥാനത്തേക്ക് എ വരുന്നത് കൊണ്ട് എയുടെ ലെഫ്റ്റ് ചൈൽഡായി മാറണം ആര്? 90. അങ്ങനെയെങ്കിൽ ഞാൻ വരയ്ക്കുന്നു 90 എയുടെ ലെഫ്റ്റ് ചൈൽഡായി മാറി. അപ്പോൾ ഇത് നമ്മുടെ ബി ആണ്. ബി റൂട്ടിൽ വരുന്നു. എ ബിയുടെ റൈറ്റ് ചൈൽഡായി മാറുന്നു. ബാക്കി ഈ 2 നോഡുകൾക്കും ഈ നോഡിനും ഒരു വ്യത്യാസവുമില്ല. ബി റൂട്ടിലേക്കും ബിയുടെ റൈറ്റായിട്ട് എ വരുന്നത് കൊണ്ട് 90 എന്ന നോഡിൻ്റെ സ്ഥാനം മാത്രമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ ബിയുടെ റൈറ്റ് ചൈൽഡിനെ എ ഓക്യുപ്പൈ ചെയ്തത് കൊണ്ട് എയുടെ ലെഫ്റ്റ് ചൈൽഡായിട്ട് വേണം ആ പഴയ നോഡിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ. മനസ്സിലായോ? ബിയുടെ റൈറ്റ് ചൈൽഡിനെ എ ഓക്യുപ്പൈ ചെയ്തതുകൊണ്ട് എയുടെ ലെഫ്റ്റ് ചൈൽഡായിട്ട് വേണം ബിയുടെ പഴയ റൈറ്റ് ചൈൽഡ് വരാൻ. അങ്ങനെയെങ്കിൽ നമുക്ക് റൂൾ എങ്ങനെ എഴുതാം? നമുക്ക് റൂൾ ഇങ്ങനെ എഴുതാം. LL റൊട്ടേഷൻ്റെ റൂൾ അനുസരിച്ച് ബി ബിക്കംസ് ദ റൂട്ട്, എ ബിക്കംസ് ദ ബീസ് റൈറ്റ് ചൈൽഡ്. എ എന്ന് പറയുന്നത് ബിയുടെ റൈറ്റ് ചൈൽഡായി മാറുന്നു. പിന്നെ അപ്പോൾ ബിയുടെ ഒറിജിനൽ റൈറ്റ് ചൈൽഡോ? ബിയുടെ ഒറിജിനൽ റൈറ്റ് ചൈൽഡ് എന്ന് പറയുന്നത് എയുടെ ലെഫ്റ്റ് ചൈൽഡായി മാറും. ഈ 3 റൂൾ അറിയാമെങ്കിൽ നമുക്ക് LL റൊട്ടേഷൻ ഈസിയായി ചെയ്യാവുന്നതാണ്. ഈ LL റൊട്ടേഷൻ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ട്രീയുടെ ബാലൻസ് ഫാക്ടർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ലീഫ് നോഡുകളായതുകൊണ്ട് ഇതിൻ്റെയും ബാലൻസ് ഫാക്ടർ 0 ആണ്. 96ൻ്റെ ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റും റൈറ്റ് സബ് ട്രീയുടെ ഹൈറ്റും ഈക്വൽ ആയതുകൊണ്ട് ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റ് മൈനസ് റൈറ്റ് സബ് ട്രീയുടെ ഹൈറ്റ് ചെയ്യുമ്പോൾ 96ൻ്റെ ബാലൻസ് ഫാക്ടറും 0 ആയിട്ട് തന്നെ വരും. 64നെ സംബന്ധിച്ചിടത്തോളം 64ന് ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റ് 1ഉം റൈറ്റ് സബ് ട്രീയുടെ ഹൈറ്റ് 0യും ആയതുകൊണ്ട് 64ൻ്റെ ബാലൻസ് ഫാക്ടർ 1 എന്ന് കിട്ടുന്നതാണ്. 85ൻ്റെ ലെഫ്റ്റ് സബ് ട്രീയിൽ ഹൈറ്റ് 2ഉം റൈറ്റ് സബ് ട്രീയുടെ ഹൈറ്റ് 2ഉം ആയതുകൊണ്ട് 84ൻ്റെ ബാലൻസ് ഫാക്ടർ 0യും കിട്ടുന്നതാണ്. അങ്ങനെ LL റൊട്ടേഷന് ശേഷം അൺബാലൻസ്ഡ് ആയിരുന്ന AVL ട്രീ വീണ്ടും ബാലൻസ്ഡ് AVL ട്രീ ആയി മാറി. ഇത്തരത്തിൽ ഓരോ ഇൻസേർഷൻസ് നടന്നു കഴിയുമ്പോൾ ട്രീ അൺബാലൻസ്ഡ് ആവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു റൊട്ടേഷൻ അപ്ലൈ ചെയ്ത് അതിനെ വീണ്ടും ബാലൻസ്ഡ് ആക്കി മാറ്റാവുന്നതാണ്.
ഏത് റൊട്ടേഷൻ അപ്ലൈ ചെയ്യുമെന്നുള്ളത് എവിടെയാണ് ഇൻസേർഷൻ നടന്നത് എന്നതിനെ ആസ്പദമാക്കി നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൽ റൊട്ടേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഹലോ ഹായ്, നമ്മളിന്ന് AVL ട്രീയുടെ ഇൻസേർഷൻ്റെ നെക്സ്റ്റ് സെക്ഷൻ, അതായത് RR റൊട്ടേഷൻ എന്നാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ RR റൊട്ടേഷൻ ശരിക്കും LL റൊട്ടേഷൻ പോലെ തന്നെയാണ്. സൈഡ് ഒന്ന് മാറുന്നു. അതായത് മെയിൻ ട്രീയുടെ റൈറ്റ് സബ് ട്രീയിലാണ് ഇൻസേർഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ അൺബാലൻസ്ഡ് ആയ AVL ട്രീയെ വീണ്ടും ബാലൻസ് ആക്കാൻ വേണ്ടി RR റൊട്ടേഷൻ അപ്ലൈ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു AVL ട്രീ കൺസിഡർ ചെയ്യാം. ഇതാണ് നമ്മുടെ AVL ട്രീ. നിലവിൽ ഇതാണ് അതിൻ്റെ സ്റ്റാറ്റസ്. നമുക്ക് ഈ AVL ട്രീയുടെ ബാലൻസ് ഫാക്ടർ ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ബാലൻസ് ഫാക്ടർ കണ്ടുപിടിച്ചിരിക്കുന്നു. ബാലൻസ് ഫാക്ടർ കണ്ടുപിടിക്കുമ്പോൾ നിലവിൽ എല്ലാ നോഡുകളുടെയും ബാലൻസ് ഫാക്ടർ പെർഫെക്റ്റ്ലി ഓക്കെയാണ്. സോ ഇതൊരു ബാലൻസ്ഡ് AVL ട്രീ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനിയും ഇത്തരത്തിൽ ബാലൻസ്ഡ് ആയ ഒരു AVL ട്രീയിലേക്ക് ഞാൻ 65 എന്നൊരു പുതിയ വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 65 എന്ന നോഡ് നമുക്കൊന്ന് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, 65 എന്ന് പറയുന്നത് 34നേക്കാൾ ഗ്രേറ്റർ ആയതിനാൽ 34ൻ്റെ റൈറ്റ് ചൈൽഡിലേക്ക് നമ്മൾ പോകുന്നു. 65 എന്ന വാല്യൂ 44 എന്ന വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആയതുകൊണ്ട് 44ൻ്റെ റൈറ്റ് ചൈൽഡിലേക്ക് നമ്മൾ പോകുന്നു. വീണ്ടും 65 എന്ന ഇൻസേർട്ട് ചെയ്യപ്പെടേണ്ട വാല്യൂ 56നേക്കാളും ഗ്രേറ്റർ ആയതുകൊണ്ട് 56ൻ്റെ റൈറ്റ് ചൈൽഡായിട്ടായിരിക്കും ഈ 65നെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് എവിടെയാണെന്നൊന്ന് നോക്കിക്കേ. ശരിക്കും 34ൻ്റെ റൈറ്റിലോട്ട് പോയിട്ട് 44ൻ്റെ റൈറ്റിലോട്ട് പോയിട്ട് 56ൻ്റെ റൈറ്റിലോട്ട് പോയി. അങ്ങനെ വന്നാൽ ശരിക്കും ഇൻസേർഷൻ ഏത് സബ് ട്രീയിലാണ് നടന്നിരിക്കുന്നത്? നോക്കിക്കേ, ഇത് നമ്മുടെ റൂട്ട് നോഡിൻ്റെ റൈറ്റ് സബ് ട്രീയിലാണ് ഇൻസേർഷൻ നടന്നിരിക്കുന്നത്. റൈറ്റ് സബ് ട്രീയിലാണ് ഇൻസേർഷൻ നടന്നിരിക്കുന്നത്. ഇത് ഓർമ്മ വേണം. ഓക്കെ, എവിടെയാണ് പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യപ്പെട്ടത് എന്ന് ഓർമ്മ വേണം. ഓക്കെ, പുതിയൊരു നോഡ് ഇൻസേർട്ട് ചെയ്ത ശേഷം നിലവിൽ ട്രീ ബാലൻസ്ഡ് ആണോ എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ശരി, പുതിയ ട്രീയുടെ ബാലൻസ് ഫാക്ടർ കണ്ടുപിടിക്കുക. പുതിയ ട്രീയുടെ ബാലൻസ് ഫാക്ടർ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? എല്ലാ നോഡുകളുടെയും ബാലൻസ്ഡ് ഫാക്ടർ ഓക്കെയാണ് എക്സെപ്റ്റ് 34ൻ്റെ ബാലൻസ് ഫാക്ടർ -2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞനുസരിച്ച് ഒരു നോഡിൻ്റെ BF വാല്യൂ ഒന്നുകിൽ 0 ആവാം, അല്ലെങ്കിൽ 1 ആവാം, അല്ലെങ്കിൽ -1 ആവാം. ഇവിടെ എനിക്ക് -2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി 34 എന്ന് പറയുന്ന ഒരു അൺബാലൻസ്ഡ് നോഡാണ്. ഒരു നോഡെങ്കിലും അൺബാലൻസ്ഡ് ആണെങ്കിൽ ആ ട്രീയെ അൺബാലൻസ്ഡ് ആയി മാറുന്നു. അപ്പോൾ 65 എന്നൊരു പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യപ്പെട്ടത് കാരണം ബാലൻസ്ഡ് ആയിരുന്ന AVL ട്രീ ഇപ്പോൾ അൺബാലൻസ്ഡ് ആയിരിക്കുകയാണ്. അൺബാലൻസ്ഡ് ആയാൽ നമ്മളതിനെ ബാലൻസ് ചെയ്യണം. എങ്ങനെ ബാലൻസ് ചെയ്യും? ഏതെങ്കിലും ഒരു റൊട്ടേഷൻ അപ്ലൈ ചെയ്യണം. ഏത് റൊട്ടേഷൻ? അപ്പോഴാണ് ചിന്തിക്കുന്നത്, എവിടെയാണ് ഇൻസേർഷൻ ചെയ്തത്? റൈറ്റ് സബ് ട്രീയിലാണ് ഇൻസേർഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. റൈറ്റിൽ ഇൻസേർട്ട് ചെയ്യപ്പെട്ടതുകൊണ്ട് RR റൊട്ടേഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ശരി, RR റൊട്ടേഷൻ ചെയ്യണമെങ്കിൽ നോഡ് Aയും നോഡ് Bയും കണ്ടുപിടിക്കുക. എങ്ങനെയാണ് നോഡ് A കണ്ടുപിടിക്കുന്നത്? ഇൻസേർട്ട് ചെയ്യപ്പെട്ട നോഡ് മുതൽ തുടങ്ങുക. അവിടെ നിന്ന് റൂട്ട് വരെയുള്ള പാത്ത് എടുക്കുക. ഓക്കെ, 65ൻ്റെ പേരൻ്റ് ഇത്, 56ൻ്റെ പേരൻ്റ് ഇത്, 44ൻ്റെ പേരൻ്റ് ഇത്. അപ്പം നമ്മുടെ പാത്ത് ഏതാ? ഇതാണ് നമ്മുടെ പാത്ത്. ആണേ, 65, 56, 44, 34 ഇതാണ് നമ്മൾ എടുക്കുന്ന പാത്ത്. അപ്പോൾ ഇൻസേർട്ട് ചെയ്യപ്പെട്ട നോഡിൽ നിന്ന് റൂട്ട് വരെയുള്ള പാത്ത് എടുക്കുമ്പോൾ ഈ പാത്തിൽ ഫസ്റ്റ് അൺബാലൻസ്ഡ് നോഡിനെ നിങ്ങൾ A എന്ന് ലേബൽ ചെയ്യുക. അപ്പോൾ ഈ പാത്തിൽ ആദ്യത്തെ അൺബാലൻസ്ഡ് നോഡ് ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ A കണ്ടുപിടിച്ചു, 34 ആണ് നമ്മുടെ A. അടുത്തത് B കണ്ടുപിടിക്കുക. B എന്താ കണ്ടുപിടിക്കുന്നത്? നോഡ് A കിട്ടിക്കഴിഞ്ഞാൽ Aയുടെ ഏത് സബ് ട്രീയിലാണ് ഇൻസർഷൻ നടന്നിരിക്കുന്നത്? റൈറ്റിലാണ് ഇൻസർഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ റൈറ്റിൻ്റെ റൈറ്റ് ആയതുകൊണ്ട് റൈറ്റ് എന്നുള്ളത് നമ്മളങ്ങ് എടുക്കുകയാണ്. അതുകൊണ്ട് Aയുടെ റൈറ്റ് സബ് ട്രീയിൽ ഇൻസേർഷൻ നടന്നിരിക്കുന്നത് കൊണ്ട് റൈറ്റ് സബ് ട്രീയുടെ ഏറ്റവും ടോപ്പിൽ വരുന്ന റൈറ്റ് സബ് ട്രീ ഇതാണ്. ഈ റൈറ്റ് സബ് ട്രീയുടെ ഏറ്റവും മുകളിൽ വരുന്ന നോഡ് ഏതോ അതിനെ B എന്ന് വിളിക്കാവുന്നതാണ്.
എയും ബിയും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ റൂൾ എന്ന് പറയുന്നത് ബി ബിക്കംസ് ദ റൂട്ട്. ഇനിയും ബി ആണ് നമ്മുടെ റൂട്ട്. ഓക്കെ, ഇത് റൂട്ടാകുന്നു. ഇത് റൂട്ടായാൽ ഇത്രയും ഭാഗത്തിന് ഒരു വ്യത്യാസവുമില്ല. അത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ബി റൂട്ടായി കഴിഞ്ഞാൽ എ എവിടെ പോവും? എ ആയിരുന്നല്ലോ പഴയ റൂട്ട്. ആ പഴയ റൂട്ടിൻ്റെ സ്ഥാനത്തേക്ക് ഇനി പുതിയ റൂട്ട് വരുമ്പോൾ പഴയ റൂട്ട് എവിടെ പോവും? ഓക്കെ, അപ്പോൾ നിലവിൽ ഇതാണ് നമ്മുടെ ബി. എ ബിയുടെ മുകളിലായിരുന്നു. ഓക്കെ, അപ്പോൾ എ ഇനി ആ മുകളിൽ നിന്ന് ഒന്ന് ബെൻഡ് ചെയ്ത് നേരെ ബിയുടെ ലെഫ്റ്റായി മാറണം. മനസ്സിലായോ? നേരത്തെ എങ്ങനെയായിരുന്നു എൽ റൊട്ടേഷൻ? അത് ഞാൻ എന്താണ് പറഞ്ഞത്? എ ഇവിടെയും ബി ഇവിടെയുമായിരുന്നു. സോറി, ഇങ്ങനെയായിരുന്നു. എ ഇവിടെയും ബി ഇവിടെയുമായിരുന്നു. അപ്പോൾ ബി റൂട്ടിൻ്റെ സ്ഥാനത്തേക്ക് വരുമ്പോൾ എ ഇവിടെ ആയിരുന്നല്ലോ, അവിടെ നിന്ന് ബെൻഡ് ചെയ്ത് നേരെ ബിയുടെ റൈറ്റ് ചൈൽഡായി മാറി. ഇപ്പോൾ എന്ന് പറയുന്നത് ബി എവിടെയാണ്? ശരിക്കും എയുടെ റൈറ്റ് പൊസിഷനിലായിരുന്നു ബി ഉള്ളത്. അവിടെ നിന്ന് ബി റൂട്ടിൻ്റെ സ്ഥാനത്തേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് എ ബെൻഡ് ചെയ്ത് എവിടെ പോകണം? എ ബെൻഡ് ചെയ്ത് ബിയുടെ ലെഫ്റ്റ് ചൈൽഡായി മാറണം. അപ്പോൾ നമ്മുടെ റൂൾ നമുക്ക് കിട്ടി. എന്താണ്? എയും ബിയും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ബി ബിക്കംസ് ദ റൂട്ട്. ബി റൂട്ടായി കഴിഞ്ഞാൽ ഇത്രയും പോർഷന് ഒരു ചേഞ്ചുമില്ല. പിന്നെ എന്താണ് മാറാൻ പോകുന്നത്? പഴയ റൂട്ടിൻ്റെ സ്ഥാനം മാറും. പഴയ റൂട്ട് എ ആണ്. എ എവിടേക്ക് വരണം? എ ബെൻഡ് ചെയ്ത് ബിയുടെ ലെഫ്റ്റ് ചൈൽഡായി മാറണം. അപ്പോൾ എ ബിയുടെ ലെഫ്റ്റ് ചൈൽഡിൽ ആയി മാറുമ്പോൾ എയുടെ സ്ഥാനം ഇവിടെയാണ്. ഇതിനൊരു വ്യത്യാസവുമില്ല. അത് നേരത്തെയും എയുടെ ലെഫ്റ്റ് ചൈൽഡായിരുന്നു. ഇനിയും എക്ക് പുതിയൊരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാലും അവിടെയും ആ നോഡിൻ്റെ, അതായത് എയുടെ പുതിയ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോഴും എയുടെ ലെഫ്റ്റ് ചൈൽഡായി തന്നെ 26 തുടരുന്നതാണ്. അപ്പോൾ നമുക്ക് അത്രയൊന്ന് വരയ്ക്കാം. എന്താണ് പറഞ്ഞത്? 44, 56 ആൻഡ് 65. ഈ പോർഷൻ ഞാൻ വരയ്ക്കാൻ പോകുന്നു. ബി റൂട്ടാകുന്നു. ബാക്കി ചേഞ്ച് ഇല്ലാത്ത നോഡുകൾ അതേപോലെ. അപ്പോൾ 44 എന്ന് പറയുന്നത് എങ്ങനെ വരയ്ക്കാം? 44 എന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് പൊസിഷനിലേക്ക് വരുന്നു. 44ൻ്റെ ചൈൽഡായിട്ട് 56ഉം 56ൻ്റെ ചൈൽഡായിട്ട് 65ഉം വരച്ചു. ഇത്രയും നോഡ്സിന് വ്യത്യാസമില്ല. 44 എന്ന നോഡ് ബിയുടെ ലെഫ്റ്റ് ചൈൽഡായിട്ട് നമ്മുടെ പഴയ റൂട്ടായ 34, അതായത് എയുടെ വാല്യൂ ബിയുടെ ലെഫ്റ്റ് ചൈൽഡായി മാറുന്നു. അതാണല്ലോ നമ്മുടെ റൂള്. ബി റൂട്ടാകുന്നു. എ ബിയുടെ ലെഫ്റ്റ് ചൈൽഡായി മാറുന്നു. അപ്പോഴും നേരത്തെ എയുടെ ലെഫ്റ്റ് ചൈൽഡ് ഇപ്പോഴും എയുടെ ലെഫ്റ്റ് ചൈൽഡ് തന്നെയാണ്. അപ്പോൾ എത്രയും നോഡുകൾ വരച്ചു കഴിഞ്ഞു? ഈ നോഡുകളും വരച്ചു, ഈ നോഡുകളും വരച്ചു. ഏതാണ് വരയ്ക്കാനുള്ള? ഇത് മാത്രം. എന്താ അത് വരയ്ക്കാഞ്ഞേ? ശരിക്കും 40 എന്ന് പറയുന്നത് ബിയുടെ ലെഫ്റ്റ് ചൈൽഡായിരുന്നു. പക്ഷേ ബിയുടെ ലെഫ്റ്റ് ചൈൽഡ് എ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നു. അതായത് ഇതിൻ്റെ സ്ഥാനത്തേക്ക് എ വന്നു. അപ്പോൾ ബിയുടെ ലെഫ്റ്റിലേക്ക് എ ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബിയുടെ ലെഫ്റ്റിന് എങ്ങോട്ട് പോകണം? ബിയുടെ ലെഫ്റ്റ് എയുടെ റൈറ്റിലേക്ക് പോകണം. മനസ്സിലായോ? അപ്പോൾ റൂളാണ് ബി ബിക്കംസ് ദ റൂട്ട്, എ ബിക്കംസ് ദ ലെഫ്റ്റ് ചൈൽഡ് ഓഫ് ബി ആൻഡ് ബിസ് ഒറിജിനൽ ലെഫ്റ്റ് ചൈൽഡ് ബിക്കംസ് എസ് റൈറ്റ് ചൈൽഡ്. ഓക്കെ, അപ്പോൾ എയുടെ റൈറ്റ് ചൈൽഡായി മാറുന്നു ബിയുടെ പഴയ ലെഫ്റ്റ് ചൈൽഡ്. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ബാലൻസ് ഫാക്ടർ കണ്ടുപിടിക്കുകയാണെങ്കിൽ ട്രീ ബാലൻസ്ഡ് ആണോ എന്ന് നോക്കാം. 26, 40 ആൻഡ് 65 ഈ 3 നോഡുകളും ലീഫ് നോഡുകളായതിനാൽ ആ 3 നോഡുകളുടെയും ബാലൻസ് ഫാക്ടർ 0 തന്നെ ആയിരിക്കും. 56 എന്ന് പറയുന്ന നോഡിന് ലെഫ്റ്റ് സബ് ട്രീ ഇല്ല. അപ്പോൾ ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ 0, ഹൈറ്റ് ഓഫ് റൈറ്റ് സബ് ട്രീ 1. 0 - 1 ഈസ് -1. അപ്പോൾ 56ൻ്റെ ബാലൻസ് ഫാക്ടർ -1. 34ന് ലെഫ്റ്റ് സബ് ട്രീക്കും റൈറ്റ് സബ് ട്രീക്കും സെയിം ഹൈറ്റ് ആയത് കാരണം ബാലൻസ് ഫാക്ടർ 34ൻ്റെ 0 ആണ്. 44നെ സംബന്ധിച്ചിടത്തോളം 44ൻ്റെ ലെഫ്റ്റ് സബ് ട്രീക്കും ഹൈറ്റ് 2 ആണ്, റൈറ്റ് സബ് ട്രീക്കും ഹൈറ്റ് 2 ആണ്.
സോ ഡെഫിനറ്റ്ലി ബാലൻസ് ഫാക്ടർ 44ഉം 0 ആണ്. അപ്പോൾ സ്റ്റിൽ ഇപ്പോൾ നമ്മുടെ AVL ട്രീ ബാലൻസ്ഡ് ആണ്. അപ്പോൾ എന്താണ് ചെയ്തത്? നിലവിൽ ബാലൻസ്ഡ് ആയ ഒരു AVL ട്രീയിലേക്ക് ഒരു ഇൻസെർഷൻ നടത്തപ്പെട്ടു. അപ്പോൾ അത് അൺബാലൻസ്ഡ് ആയി. അൺബാലൻസ്ഡ് ആയപ്പോൾ ഏത് റൊട്ടേഷൻ ചെയ്യണമെന്ന് തീരുമാനിച്ചു. റൊട്ടേഷൻ്റെ റൂൾ അനുസരിച്ച് RR റൊട്ടേഷൻ ആണെന്ന് കണ്ടെത്തുകയും RR റൊട്ടേഷൻ്റെ റൂൾ അനുസരിച്ച് ഇൻസേർട്ട് ചെയ്യപ്പെട്ട നോഡിൽ നിന്ന് റൂട്ടിലേക്കുള്ള പാത്തിലെ ഫസ്റ്റ് അൺബാലൻസ്ഡ് നോഡിനെ നമ്മൾ A എന്ന് വിളിക്കുകയും Aയുടെ റൈറ്റ് സബ് ട്രീയിൽ ഇൻസർഷൻ ചെയ്യപ്പെട്ടതുകൊണ്ട് റൈറ്റ് സബ് ട്രീയുടെ ഏറ്റവും മുകളിൽ വരുന്ന ഹെഡിനെ ഞാൻ B എന്ന് വിളിക്കുകയും ചെയ്തു. Aയും Bയും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ B റൂട്ടായി മാറുന്നു. B റൂട്ടാകുമ്പോൾ A സ്വാഭാവികമായും Bയുടെ ലെഫ്റ്റ് ചൈൽഡായി മാറുന്നു. A Bയുടെ ലെഫ്റ്റ് ചൈൽഡായി മാറുമ്പോൾ Bയുടെ യഥാർത്ഥ ലെഫ്റ്റ് ചൈൽഡ് എങ്ങോട്ട് പോകും? A ആണ് Bയുടെ ലെഫ്റ്റ് ചൈൽഡിൻ്റെ പൊസിഷൻ ഓക്യുപ്പൈ ചെയ്തത്. അതുകൊണ്ട് Aയുടെ റൈറ്റ് ചൈൽഡായി മാറണം Bയുടെ പഴയ ലെഫ്റ്റ് ചൈൽഡ്. ഇതാണ് നമ്മുടെ റൂള്. അപ്പോൾ റൂള് ഇങ്ങനെയാണ് എഴുതുന്നത്. B becomes the root, A becomes the left child of B, and B's original left child becomes A's right child. ഈ 3 റൂളുകൾ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് RR റൊട്ടേഷൻ ചെയ്യാവുന്നതാണ്. RR റൊട്ടേഷന് ശേഷം ട്രീ വീണ്ടും ബാലൻസ്ഡ് ആകുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്താ പറയുക RR റൊട്ടേഷൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.